വെൽക്കം ബാക്ക് ടു വീക്ക്ലി ട്രെൻഡ് സെറ്റേഴ്സ്. ഷോർട്ട് ടൈമിൽ ഒരു റാലിക്ക് അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ആഭ്യന്തര വിപണിയിൽ നിന്നും മുഖം തിരിച്ചു നിൽക്കുന്ന ബുൾസിനെയാണ് പോയ വാരത്തിൽ കണ്ടത്. HCL ടെക്, ഇൻഫോസിസ്, റിലയൻസ് തുടങ്ങിയ നിഫ്റ്റി 50യിലെ ഭീമന്മാർ നൽകിയ മികച്ച ക്വാർട്ടർലി നമ്പേഴ്സിനും വിപണിയെ കൈപിടിച്ചുയർത്താനായില്ല. എക്സ്പയറിയോടനുബന്ധിച്ച് ഒരു ശക്തമായ ഷോർട്ട് കവറിംഗ് പ്രതീക്ഷിച്ചുവെങ്കിലും സൂചികകളിൽ ഒരു തിരിച്ചുവരവ് കാണാൻ സാധിച്ചില്ല. വീക്കിലി ബേസിസിൽ നിഫ്റ്റി 50 0.97% നഷ്ടം രേഖപ്പെടുത്തിയപ്പോൾ സെൻസെക്സ് 0.98% നഷ്ടത്തിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. ബെഞ്ച് മാർക്ക് സൂചികളുടെ പ്രകടനത്തിന് സമാനമായി നിഫ്റ്റി ബാങ്കിലും 0.41% ഇടിവാണ് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം സെക്ടറൽ സൂചികൾ താരമായത് PSU ബാങ്ക് സൂചികയാണ്. നേട്ടം 3.43%. മെറ്റൽ സൂചിക 3.13% നേട്ടമാണ് നൽകിയത്. ഒപ്പം നിഫ്റ്റി, ഓയിൽ ആൻഡ് ഗ്യാസ്, എനർജി തുടങ്ങിയ സെക്ടറുകളിൽ ശക്തമായൊരു പോസിറ്റീവ് മൊമെൻറ്റവും കാണാൻ സാധിച്ചിരുന്നു. IT ആയിരുന്നു സൂചികളിൽ ഏറ്റവും അധികം വിൽപ്പനാ സമ്മർദ്ദം നേരിട്ടത്. നഷ്ടം 5.78%. ഒപ്പം FMCG സെക്ടർ 2.31% ഇടിവാണ് റിപ്പോർട്ട് ചെയ്തത്. CPI, PPI ഡാറ്റകളിലെ അപ്രതീക്ഷിത കുറവും അനുകൂലമായ ആഗോള സാഹചര്യങ്ങളും അമേരിക്കൻ ഓഹരികളിൽ റാലിക്ക് കാരണമായി. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ ഡൗ ജോൺസ് 3.69% കുതിച്ചപ്പോൾ നാസ്ഡാക്ക് 100 2.85% നേട്ടവും രേഖപ്പെടുത്തി. S&P 500 2.91% മുന്നേറ്റമാണ് നടത്തിയത്. രണ്ടാം ട്രംപ് യുഗത്തിലേക്കാണ് അടുത്ത ആഴ്ച US സൂചികൾ കടക്കുന്നത്. വ്യാപാര ബന്ധങ്ങളിലടക്കം കാതലായ മാറ്റങ്ങളാണ് ട്രംപ് ഭരണത്തിൽ നിക്ഷേപകർ പ്രതീക്ഷിക്കുന്നത്. 4 ട്രേഡിംഗ് ദിവസങ്ങൾ മാത്രമുള്ള ആഴ്ചയാണ് അമേരിക്കൻ വിപണികളെ കാത്തിരിക്കുന്നത്. പതിവ് പോലെ ജനുവരി 23 വരുന്ന ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയാണ് അടുത്ത ആഴ്ച വരുന്ന പ്രധാന ഡാറ്റകളിലൊന്ന്. തുടർന്ന് ജനുവരി 24 നിർമ്മാണ സർവീസസ്, കോമ്പോസിറ്റ് PMI കണക്കുകളും എത്തും. ഇതോടെ പ്രധാന സാമ്പത്തിക മേഖലകളുടെ ഗതി നിക്ഷേപകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അന്ന് തന്നെ വരുന്ന US-ന്റെ എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഡാറ്റയോടെ US-ന്റെ റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ വ്യക്തമായ ചിത്രം നിക്ഷേപകർക്ക് മുന്നിൽ തെളിയും. അനുമാനങ്ങൾക്കനുസൃതമായ യൂറോപ്യൻ രാജ്യങ്ങളുടെ പണപ്പെരുപ്പ കണക്കുകളും ECB കൂടുതൽ അഗ്രസീവായ റേറ്റ് കട്ടിലേക്കും കടക്കുമെന്ന അനുമാനവും, ഒപ്പം ചൈനീസ് സമ്പദ് വ്യവസ്ഥയുടെ അപ്രതീക്ഷിത തിരിച്ചുവരവും യൂറോപ്യൻ സൂചികളെ റെക്കോർഡ് ഉയരങ്ങളിലേക്കാണ് നയിച്ചത്. യൂറോ സ്റ്റോക്ക് 50 24 വർഷത്തെ ഉയരത്തിലേക്കാണ് റാലി നടത്തിയത്. വീക്കിലി ബേസിസിൽ ഡാക്സ് 3.41% കുതിച്ചപ്പോൾ ഫുട്സെ 100 3.11% മുന്നേറി. CAC 40 3.75% നേട്ടവുമാണ് നിക്ഷേപകർക്ക് നൽകിയത്. ജനുവരി 20 വരുന്ന ജർമ്മനിയുടെ PPI കണക്കുകളാണ് യൂറോപ്യൻ വിപണികൾ കാത്തിരിക്കുന്ന പ്രധാന ഡാറ്റകളിലൊന്ന്. വിലക്കയറ്റത്തെ നിരീക്ഷിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഡാറ്റയെന്ന നിലയിൽ PPI കണക്കുകൾ വിപണി ശ്രദ്ധ ആകർഷിക്കും. ജനുവരി 21 വരുന്ന ബ്രിട്ടന്റെ തൊഴിലില്ലായ്മ കണക്കുകളാണ് അടുത്ത ആഴ്ച വരുന്ന മറ്റൊരു പ്രധാന ഡാറ്റ. അനുകൂലമായ ഡാറ്റയാണ് വരുന്നതെങ്കിൽ ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥ സ്റ്റെബിലിറ്റി കൈവരിക്കുന്നു എന്ന സൂചനയാണ് നിക്ഷേപകർക്ക് നൽകുന്നത്. തുടർന്ന് ജനുവരി 24 ഫ്രാൻസ്, ജർമ്മനി, യൂറോസോൺ, ബ്രിട്ടൻ എന്നിവയുടെ നിർമ്മാണ സർവീസസ്, കോമ്പോസിറ്റ് PMI ഡാറ്റകളും പ്രസിദ്ധീകരിക്കും. ഇതോടെ യൂറോപ്പിൻ്റെ സമീപഭാവി വിലയിരുത്താൻ നിക്ഷേപകർക്ക് സാധിക്കും. ഒപ്പം വിവിധയിടത്ത് വെച്ച് നടക്കുന്ന യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് പ്രസിഡന്റ് ക്രിസ്ത്യൻ ലെഗാർഡയുടെ പ്രസ്താവനകളും യൂറോപ്യൻ സൂചികകളെ സ്വാധീനിച്ചേക്കാം. അനുമാനങ്ങൾക്കനുസൃതമായ GDP കണക്കുകളും കയറ്റുമതിയിലെ വളർച്ചയും ചൈനയ്ക്ക് ആശ്വാസമായെങ്കിലും ട്രംപിൻ്റെ സ്ഥാനാരോഹണം ചൈനയുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഏഷ്യൻ വിപണികളിൽ നിലനിൽക്കുന്നുണ്ട്. ജനുവരി 19 വന്ന പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈനയുടെ ലോൺ പ്രൈം നിരക്കുകളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളാണ് പ്രധാനമായും വാരാന്ത്യത്തിൽ ചൈനീസ് സൂചികളെ കാത്തിരിക്കുന്നത്. 2025 ധനനയത്തിൽ നിയന്ത്രണങ്ങൾ കുറച്ചുകൊണ്ടുവരുമെന്ന് ഷിങ്പിങ്ങിൻ്റെ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ 14 വർഷങ്ങൾക്ക് ശേഷം ചൈനയിൽ ധനനയത്തിൽ നിയന്ത്രണങ്ങൾ കുറച്ചേക്കുമെന്നാണ് പല അനലിസ്റ്റുമാരുടെയും നിരീക്ഷണം. ഒരു വശത്ത് ചൈന ECE മെഷർ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ മറുവശത്ത് ജപ്പാൻ ധനനയം കൂടുതൽ സ്ട്രിക്റ്റ് ആക്കാനാണ് ശ്രമം തുടങ്ങിയത്. ജനുവരി 23 ജാപ്പനീസ് സെൻട്രൽ ബാങ്കിൻ്റെ ധനനയ യോഗ തീരുമാനങ്ങൾ എത്തും. 0.25% നിന്നും പലിശ നിരക്ക് 0.50% ഉയർത്തിയേക്കുമെന്നാണ് ഇപ്പോഴത്തെ അനുമാനം. ഒപ്പം അന്നു വരുന്ന CPI, കോർ CPI കണക്കുകളും ഈ ഡാറ്റയോട് ചേർത്ത് വായിക്കാൻ സാധിക്കുന്നതാണ്.
അതേ ദിവസം തന്നെ എത്തുന്ന ജപ്പാന്റെ നിർമ്മാണ സർവീസസ് PMI കണക്കുകളോടെ ജപ്പാന്റെ സമീപഭാവി നിക്ഷേപകർക്ക് വിലയിരുത്താം. ജനുവരി 24-ന് ബാങ്ക് ഓഫ് ജപ്പാന്റെ പ്രസ് കോൺഫറൻസിൽ ജപ്പാന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ എങ്ങനെയാണ് ജപ്പാനീസ് സെൻട്രൽ ബാങ്ക് നോക്കിക്കാണുന്നതെന്നും മുന്നോട്ട് എന്തൊക്കെ നടപടികൾ എടുക്കാൻ സാധ്യതയുണ്ടാകും എന്നുമായിരിക്കും പ്രധാനമായും വിപണി ശ്രദ്ധ ആകർഷിക്കുക. കമ്മോഡിറ്റി മാർക്കറ്റിൽ തുടർച്ചയായ 4-ാം വാരവും നേട്ടമാണ് ക്രൂഡ് വിലയിൽ കാണുന്നത്. വാരാന്ത്യത്തിൽ ബ്രെന്റ് ക്രൂഡ് 0.87% നേട്ടത്തോടെ ബാരലിന് $79.76 വ്യാപാരം അവസാനിപ്പിച്ചത്. സമാനമായി WTI ക്രൂഡ് 1.9% ഉയർന്ന് ബാരലിന് $77.05 എന്ന നിലയിലും അവസാനിച്ചു. ഗാസയിലെ വെടിനിർത്തലിനെ തുടർന്ന് ക്രൂഡിൻ്റെ വിതരണത്തിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ചത് ക്രൂഡ് വിലയ്ക്ക് തിരിച്ചടിയായി. എങ്കിലും അവധിക്കാലം വരുന്നതിനാൽ ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന യാത്രാ ആവശ്യകത ഓയിൽ ഡിമാൻഡ് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ചൈനീസ് സമ്പദ് വ്യവസ്ഥയിലെ വീണ്ടെടുക്കലും എണ്ണവിലയെ പിന്തുണച്ചേക്കാം. ടെക്നിക്കൽ സൈഡിൽ ബ്രെന്റ് ക്രൂഡിൻ്റെ ആദ്യ സപ്പോർട്ട് $73.83 തുടർന്ന് $73.97 അപ്സൈഡിലേക്ക് വരുമ്പോൾ $81.65 തുടർന്ന് $83.61 റെസിസ്റ്റൻസായി കണക്കാക്കാം. ഇത് മറികടക്കാൻ സാധിച്ചാൽ $86.47 റെസിസ്റ്റൻസായി ആക്ട് ചെയ്യും. ഫിബോനാച്ചി റീട്രേസ്മെൻറ്റ് ലെവലുകൾ അനുസരിച്ച് WT ക്രൂഡിൻ്റെ ആദ്യ പിന്തുണ $74.07 തുടർന്ന് $72.96 $71.16 സപ്പോർട്ട് പരിഗണിക്കാവുന്നതാണ്. മറുവശത്ത് $77.66 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ഒരു ലെവൽ മറികടക്കാൻ സാധിച്ചാൽ $78.77 തുടർന്ന് $80.56 ലെവലിലേക്കും റെസിസ്റ്റൻസായി പരിഗണിക്കാവുന്നതാണ്. തുടർച്ചയായ 3 ആഴ്ചയിലും നേട്ടമാണ് സ്വർണ്ണവിലയിൽ കാണാൻ സാധിച്ചത്. പ്രതിവാരാടിസ്ഥാനത്തിൽ 0.46% നേട്ടത്തോടെ ട്രോയ് ഔൺസിന് 2702.12 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. വരാനിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് നയിക്കുന്ന ഭരണകൂടം സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന നയങ്ങൾ അവതരിപ്പിക്കുമെന്ന പ്രതീക്ഷ പണപ്പെരുപ്പ സാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചതാണ് സ്വർണ്ണവിലയിലെ നേട്ടത്തിന് കാരണം. വരുന്ന സെക്ഷനുകളിൽ പിവറ്റ് പോയിന്റ് ലെവലായ $2708 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. തുടർന്ന് $2721 റെസിസ്റ്റൻസ് പരിഗണിക്കാവുന്നതാണ്. ഇത് മറികടന്നാൽ സർവകാല ഉയരമായ $2790 എന്ന നിർണായക ലെവലായിരിക്കും അടുത്ത മേജർ റെസിസ്റ്റൻസ്. ഡൗൺ സൈഡിൽ $2671 ഇമ്മീഡിയറ്റ് സപ്പോർട്ട് പ്രതീക്ഷിക്കാം. 100-ഡേ SMA ലെവലായ $2643 എന്നീ ലെവലുകളും സപ്പോർട്ടായി ആക്ട് ചെയ്യും. തുടർച്ചയായ 11 ആഴ്ചയും മൂല്യമിടിവ് നേരിട്ട് വാരാന്ത്യത്തിൽ 0.47% ഇടിവോടെ 86.55 എന്ന ലെവലിലാണ് രൂപ വ്യാപാരം അവസാനിപ്പിച്ചത്. നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്താൻ സാധ്യതയുള്ള US വ്യാപാര താരിഫുകളും ഇന്ത്യൻ രൂപയെ ദുർബലപ്പെടുത്തിയേക്കാം. തുടർച്ചയായ വിദേശ നിക്ഷേപകരുടെ പണം പിൻവലിക്കൽ രൂപയ്ക്ക് വെല്ലുവിളി ഉയർത്തുമെന്നാണ് ഈ ഇടിവിന് കാരണം. 86.69 രൂപയിലാണ് വരും ആഴ്ചയിൽ രൂപയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടുള്ളത്. തുടർന്ന് 87 രൂപ എന്ന സൈക്കോളജിക്കൽ ലെവലും സപ്പോർട്ടായി കണക്കാക്കാം. മറുവശത്ത് 86.30 രൂപ എന്ന ലെവൽ റെസിസ്റ്റൻസായി പ്രതീക്ഷിക്കാം. തുടർന്ന് 85.85 മുതൽ 85.65 രൂപ എന്നീ റേഞ്ചുകളും റെസിസ്റ്റൻസായി പരിഗണിക്കാവുന്നതാണ്. പോയ വാരത്തിൽ FIയുടെ ഭാഗത്തു നിന്ന് നെറ്റ് സെല്ലിംഗ് ആണ് ഉണ്ടായത്. വിദേശ നിക്ഷേപകർ 25,218.6 കോടിയുടെ അറ്റവിൽപ്പന നടത്തിയപ്പോൾ DIകൾ 25,151.27 കോടിയുടെ നിക്ഷേപവും നടത്തി. ജനുവരി 13-നെത്തിയ CPI കണക്കുകളായിരുന്നു പോയ വാരം വിപണിക്ക് നിർണായകമായത്. ഡിസംബറിലെ റീറ്റെയിൽ പണപ്പെരുപ്പം 4 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 5.22% കുറഞ്ഞു. നവംബറിലെ 5.48% നിന്ന് നേരിയ കുറവ് മാത്രമായിരുന്നു രേഖപ്പെടുത്തിയത്. പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, പഞ്ചസാര, ധാന്യങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ഭക്ഷ്യവസ്തുക്കളുടെ വിലയിലുണ്ടായ ശ്രദ്ധേയമായ ഇടിവാണ് ഈ കുറവിന് പ്രധാനമായും കാരണമായത്. ഇതോടെ പണപ്പെരുപ്പം സെൻട്രൽ ബാങ്കിൻ്റെ 2 മുതൽ 6% വരെ ടോളറൻസ് പരിധിക്കുള്ളിൽ നിലനിന്നു. ജനുവരി 14-ന് റിപ്പോർട്ട് ചെയ്ത WPI ഇൻഫ്ലേഷൻ കണക്കുകളായിരുന്നു പോയ വാരമെത്തിയ മറ്റൊരു പ്രധാന ഡാറ്റ.
ഡിസംബറിൽ ഇന്ത്യയുടെ മൊത്തവില അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം നവംബറിലെ 1.89% നിന്നും 2.37% ഉയർന്നു. ഭക്ഷ്യവസ്തുക്കളുടെയും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെയും വിലയിലുണ്ടായ വർധനവാണ് ഈ കുതിപ്പിന് കാരണമായത്. 2023 ഡിസംബറിൽ WPI പണപ്പെരുപ്പം 0.73%. വരുന്ന വാരം ജനുവരി 22 മണി സപ്ലൈ കണക്കുകൾ പുറത്തുവരും. ജനുവരി 24 നിക്കി S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് സർവീസസ് PMI കണക്കുകളും എത്തും. പതിവ് പോലെ തന്നെ ഫോറക്സ് ഡാറ്റ ജനുവരി 24 റിപ്പോർട്ട് ചെയ്യും. ജനുവരി 17 അവസാനിച്ച വാരത്തിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $8.7 ബില്യൺ താഴ്ന്ന് 10 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയായ $626 ബില്യൺ എത്തി. തുടർച്ചയായി 6ാം ആഴ്ചയാണ് വിദേശ നാണ്യ കരുതൽ ശേഖരം ഇടിവ് രേഖപ്പെടുത്തുന്നത്. കോർപ്പറേറ്റ് തലത്തിൽ ഹെവി വെയ്റ്റഡ് കമ്പനികളുടെയും പ്രധാന IT കമ്പനികളുടെയും ഒപ്പം ബാങ്കിംഗ് മേഖലയിലെയും പാദഫലങ്ങളാണ് വിപണിയെ സ്വാധീനിച്ചത്. റിലയൻസ് ഇൻഡസ്ട്രീസ്, ഇൻഫോസിസ്, LTI മൈൻഡ്രി, വിപ്രോ, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, ആക്സിസ് ബാങ്ക്, ജിയോ ഫിനാൻഷ്യൽ സർവീസസ് എന്നിവയുടെ റിസൾട്ടുകളാണ് നിർണായകമായത്. IT മേഖലയിൽ സമ്മിശ്ര പ്രതികരണമാണ് കാണാനിടയായത്. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ IT കയറ്റുമതിക്കാരായ ഇൻഫോസിസ് ലാഭത്തിൽ 11% വാർഷിക വളർച്ച നേടിയപ്പോൾ LTI മൈൻഡ്രിയുടെ ലാഭത്തിൽ 7% ഇടിവാണുണ്ടായത്. എന്നിരുന്നാലും കഴിഞ്ഞ പാദങ്ങളിൽ നേടിയ വലിയ ഡീലുകൾ വരുമാനത്തിൽ മുന്നേറ്റം രേഖപ്പെടുത്താനിടയായി. നിഫ്റ്റി 50യിൽ 7.7% വെയിറ്റേജ് ഉള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് റിസൾട്ടുകൾ ഏറെ നിർണായകമായി. കമ്പനിയുടെ വരുമാനത്തിൻ്റെ സിംഹഭാവവും സംഭാവന ചെയ്യുന്ന ഓയിൽ ടു കെമിക്കൽ ബിസിനസ്സിൽ രണ്ടാം പാദത്തിൽ തിരിച്ചടിയാണ് ഉണ്ടായത്. ഇത്തവണ O2C ബിസിനസ് വരുമാനം 6% വർധനവ് പ്രകടമാക്കി. ആഗോള ഊർജ്ജ വിപണിയിലെ ചാഞ്ചാട്ടത്തിനിടയിലും സെഗ്മെന്റ് സ്ഥിരമായ വളർച്ച കൈവരിച്ചത് മുന്നോട്ട് പ്രതീക്ഷ നൽകുന്നതാണ്. അതേസമയം മാർജിനലായ മുന്നേറ്റം മാത്രം രേഖപ്പെടുത്തിയ ജിയോഫിൻ ഫനങ്ങളോട് ഓഹരി വിപണി എത്തരത്തിലാകും പ്രതികരിക്കുക എന്നതും വരുന്ന വാരം വിപണി വീക്ഷിക്കും. ഒപ്പം കോട്ടക് മഹീന്ദ്ര ബാങ്ക് റിസൾട്ടിനോടും വിപണി പ്രതികരിക്കും. വരുന്ന വാരത്തിൽ നിർണായകമായ ഒരു പിടി കമ്പനികളുടെ ഫലങ്ങളാണ് വിപണി ശ്രദ്ധ ആകർഷിക്കുക. സൊമാറ്റോ, ഇന്ത്യൻ റെയിൽവേ ഫൈനാൻസ് കോർപ്പറേഷൻ, ഡിക്സൺ ടെക്നോളജീസ്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, IDBI ബാങ്ക്, ഒബ്രോയ് റിയാലിറ്റി, 197 കമ്മ്യൂണിക്കേഷൻസ് എന്നീ കമ്പനികളാണ് ആഴ്ചയിലെ ആദ്യ ദിനത്തിൽ ഏർണിംഗ്സ് നമ്പേഴ്സ് പുറത്തുവിടുക. രണ്ടാം പാദത്തിൽ തിളക്കമാർന്ന മുന്നേറ്റമാണ് സൊമാറ്റോ നടത്തിയത്. വരുമാനം 69% വാർഷിക വർധനയും അറ്റാദായം 4 ഇരട്ടിയായും വർദ്ധിച്ചിരുന്നു. ക്വിക്ക് കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ ബ്ലിങ്കിറ്റിൻ്റെ തുടർച്ചയായ സംഭാവനയും മറ്റും ഇത്തവണയും കമ്പനിയെ തുണയ്ക്കുമെന്നാണ് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത്. നിഫ്റ്റി 50 കമ്പനികളിൽ സൊമാറ്റോയെ ഉൾപ്പെടുത്താനുള്ള സാധ്യതയും തുടർച്ചയായ ബ്രോക്കറേജ് പിന്തുണയുമെല്ലാം മുന്നോട്ട് കമ്പനിയുടെ കുതിപ്പിന് ആക്കം കൂട്ടുന്നവയാണ്. പേടിഎമ്മിലേക്ക് വന്നാൽ വെല്ലുവിളി നിറഞ്ഞ പാരിസ്ഥിതിയിലും രണ്ടാം പാദത്തിൽ 930 കോടി രൂപയുടെ സംയോജിത അറ്റാദായം കമ്പനി റിപ്പോർട്ട് ചെയ്തിരുന്നു. സൊമാറ്റോയ്ക്ക് സിനിമാ ടിക്കറ്റിംഗ് ബിസിനസ് വിറ്റതിൽ നിന്ന് വൺ ടൈം ഗെയിനിലൂടെ മികച്ച മുന്നേറ്റമാണ് കമ്പനി നടത്തിയത്. RBIയുടെ ഭാഗത്തു നിന്നും സൂപ്പർവൈസറി കൺസേൺ നിലനിൽക്കുമ്പോഴും പുതിയ UPI ഉപഭോക്താക്കളെ ഉൾപ്പെടുത്താനുള്ള NCPI അനുമതി ഉൾപ്പെടെ കമ്പനിയെ എത്രമാത്രം തുണച്ചു എന്നതും റിസൾട്ടുകളോടെ അറിയാൻ സാധിക്കും. 21-ാം തീയതിയാണ് ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി, KEI ഇൻഡസ്ട്രീസ്, ടാറ്റ ടെക്നോളജീസ്, CNDLM എന്നിവയുടെ റിസൾട്ട് വരാനിരിക്കുന്നത്. HDFC ബാങ്ക് റിസൾട്ട് 22-നാണ് എത്തുക. ഒക്ടോബർ ഡിസംബർ പാദത്തിൽ ബാങ്കിൻ്റെ മൊത്ത വായ്പകൾ വാർഷികാടിസ്ഥാനത്തിൽ 3%, നിക്ഷേപങ്ങൾ ഏകദേശം 16% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് അനുപാതം കുറയ്ക്കുന്നതിൽ ബാങ്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചതാണ് ഇതിന് കാരണം. കൂടാതെ ഈ പാദത്തിൽ NIM വർദ്ധിക്കുമെന്നാണ് വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. ബിസിനസ് അപ്ഡേറ്റിൽ രേഖപ്പെടുത്തിയ ഈ നമ്പേഴ്സിലെ കൃത്യത പാദഫലങ്ങൾ വരുന്നതോടെ കൂടുതൽ വ്യക്തമാകും. ഹിന്ദുസ്ഥാൻ യൂണിലിവർ, പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ്, BPCL, പോളിക്യാബ് ഇന്ത്യ, പെർസിസ്റ്റന്റ് സിസ്റ്റം, കോഫോർജ് ലിമിറ്റഡ്, ടാറ്റ കമ്മ്യൂണിക്കേഷൻസ്, ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ റിസൾട്ടുകളും അന്ന് തന്നെയാണ് വരുന്നത്. 22-ാം തീയതി അൾട്രാടെക് സിമെൻറ്റ്, അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ്, ഡോക്ടർ റെഡ്ഡീസ്, മാൻകൈൻ ഫാർമ എന്നിവയും പാദഫലങ്ങൾ പ്രഖ്യാപിക്കും. ഇൻഡസ്ട്രി ലീഡറായ അൾട്രാടെക് സിമെൻറ്റ് പാദഫലങ്ങളോടെ മേഖലയുടെ ഏകദേശ ട്രെൻഡ് നിക്ഷേപകർക്ക് വിലയിരുത്താം. സിമെൻറ്റ് മേഖല സിംഗിൾ ഡിജിറ്റ് ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുമ്പോഴും വരുമാനവും ലാഭക്ഷമതയും ഇടിയാനുള്ള സാധ്യതയാണ് വിദഗ്ധർ പങ്കുവയ്ക്കുന്നത്. 24-ാം തീയതി റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നവരിൽ പ്രമുഖർ JSW സ്റ്റീൽ, ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ്, ടോറന്റ് ഫാർമസ്യൂട്ടിക്കൽസ്,
ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ, AU സ്മാൾ ഫിനാൻസ് ബാങ്ക് എന്നിവയാണ്. ആഴ്ചയിലെ അവസാന ദിനം ICICI ബാങ്ക്, യെസ് ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്, JK സിമൻസ് എന്നിവരും പാദഫലങ്ങൾ പ്രഖ്യാപിക്കും. ദുർബലമായ വായ്പാ വളർച്ച പ്രധാന ബാങ്കിംഗ് കമ്പനികളുടെ ഏർണിങ്സ് നമ്പേഴ്സിൽ തിരിച്ചടിയാവുകയാണ്. വളർച്ചാ ആശങ്കകൾ നിലനിൽക്കുന്നതിനാൽ ബാങ്കുകളുടെ വരുമാനത്തിൽ ഇത് എത്രത്തോളം തിരിച്ചടിയാകുമെന്നതും നിക്ഷേപകർ വിലയിരുത്തും. IPO മാർക്കറ്റിൽ അടുത്ത ആഴ്ച ലിസ്റ്റിംഗിനെത്തുന്നത് സ്റ്റാലിയൻ ഇന്ത്യ ഫ്ലൂറോ കെമിക്കൽസ് ലിമിറ്റഡ് ആണ്. 2002 സ്ഥാപിതമായ കമ്പനി റെഫ്രിജറന്റ്, ഇൻഡസ്ട്രിയൽ ഗ്യാസസുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കമ്പനി സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത് 199.45 കോടി രൂപയാണ്. ജനുവരി 16 ഓപ്പണായ IPOയുടെ സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുന്നത് ജനുവരി 20 പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് 85 രൂപ മുതൽ 90 രൂപ വരെയാണ്. ജനുവരി 23 കമ്പനി ലിസ്റ്റ് ചെയ്യുക. ദെൻഡ വാട്ടർ ആൻഡ് ഇൻഫ്രാ സൊല്യൂഷൻസ് ലിമിറ്റഡിൻ്റെയാണ് മറ്റൊരു IPO. 2016 സ്ഥാപിതമായ കമ്പനി വളർന്നു വരുന്ന വാട്ടർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സൊല്യൂഷൻസ് കമ്പനിയാണ്. കമ്പനി സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത് 220.5 കോടി രൂപയാണ്. ജനുവരി 22 ഓപ്പണാകുന്ന IPOയുടെ സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുന്നത് ജനുവരി 24 പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് 279 രൂപ മുതൽ 294 രൂപ വരെയാണ്. ജനുവരി 29 കമ്പനി ലിസ്റ്റ് ചെയ്യുക. ഇനി ടെക്നിക്കൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു കൺസോൾഡേറ്റീവ് ഫേസ് ആയിരുന്നു ഇന്നലെ മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്. ജനുവരി 13 തൊട്ട് ചെറിയൊരു അപ്വേർഡ് മൂവ്മെൻറ്റ് ഉണ്ടായെങ്കിലും അത് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ 0.47% ഇടിവോടെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. ബാങ്കിംഗ്, ഫിനാൻഷ്യൽ സർവീസസും ടെക്നോളജി സ്റ്റോക്കുകളിലെ സെല്ലിംഗ് പ്രഷറുമായിരുന്നു ഇന്നലത്തെ ഇടിവിന് പ്രധാന കാരണം. വീക്കിലി ബേസിസിൽ 1% ഇടിവോടെയാണ് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത്. അതോടൊപ്പം ചാർട്ടിലെ ഡോജി പാറ്റേൺ നിലവിലെ ട്രെൻഡ് റിവേഴ്സ് ചെയ്തേക്കാവുന്ന സിഗ്നലാണെന്നും വിദഗ്ധർ പറയുന്നു. 23,400 മുകളിൽ ക്ലോസ് ചെയ്താൽ ഒരു പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് പ്രതീക്ഷിക്കാമെന്നും അതുകൊണ്ട് ഈ ലെവൽ ഒരു റെസിസ്റ്റൻസായി കൺസിഡർ ചെയ്യാമെന്നാണ് HDFC സെക്യൂരിറ്റീസിലെ അനലിസ്റ്റ് നാഗരാജ് ഷെട്ടി പറയുന്നത്. അതേസമയം 23,100 സൂചികയുടെ ക്രൂഷ്യൽ സപ്പോർട്ടായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. വീക്കിലി ബേസിസിൽ നിഫ്റ്റിയിൽ ഫോം ചെയ്തേക്കാവുന്ന ഡോജി ക്യാൻഡിൽ മാർക്കറ്റിലെ കൺഫ്യൂഷനെയാണ് സൂചിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ വളരെയധികം വൊളറ്റാലിറ്റിക്ക് സാധ്യതയുണ്ടെന്ന് SBI സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുമാർ പറയുന്നു. ഇതോടെ 23,050, 23,000 എന്നീ റേഞ്ച് കീ സപ്പോർട്ടായും 23,450, 23,500 റെസിസ്റ്റൻസായി പ്രവർത്തിച്ചേക്കാമെന്നും അവർ കൂട്ടിച്ചേർത്തു. ബാങ്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽസ് നോക്കുമ്പോൾ 1.5% ഇടിവ് രേഖപ്പെടുത്തിയാണ് സൂചിക ക്ലോസ് ചെയ്തത്. വീക്കിലി ബേസിസിൽ 0.4% ഇടിവോടെയാണ് ക്ലോസ് ചെയ്തത്. ഇവിടെ 48,000 മുതൽ 47,900 വരെ സപ്പോർട്ടായും 49,400 മുതൽ 49,500 വരെ റെസിസ്റ്റൻസായും കൺസിഡർ ചെയ്യാമെന്നും വിദഗ്ധർ സൂചിപ്പിച്ചു. ആഭ്യന്തര വിപണിയിൽ നിലനിൽക്കുന്ന കൺഫ്യൂഷൻ തന്നെയാണ് നിക്ഷേപകർക്കിടയിൽ ആശങ്ക സൃഷ്ടിക്കുന്നത്. മാറിവരുന്ന ഗ്ലോബൽ ഇക്വേഷൻസും ബഡ്ജറ്റിലെ പ്രതീക്ഷകളൊക്കെയായിരിക്കും അടുത്ത ആഴ്ച വിപണിയെ മുന്നോട്ട് നയിക്കുക. മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും എക്സ്പേർട്ട് ഒപ്പീനിയനുമായി തിങ്കളാഴ്ച രാവിലെ 8:30 മാർക്കറ്റ് പ്ലസിൽ കാണാം.